ഹായ്, ഞാൻ ശ്രീലത. 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ഫ്രോക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. 3 മീറ്റർ തുണിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫ്രോക്കിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്യാം. അതിനായി 13.5 ഇഞ്ച് വീതിയും 16.5 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി 4ആയി മടക്കിയിട്ടിരിക്കുകയാണ്. മടക്ക് ഭാഗം നമ്മുടെ ഭാഗത്ത് വരണം. ആദ്യം ഷോൾഡർ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആം ഹോൾ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കി വരയ്ക്കാം. ഇത് ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് ഇവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 40 ഇഞ്ച്. ആ 40ൻ്റെ 4 കാണുക. അപ്പോൾ 10 ഇഞ്ച് കിട്ടും. ഈ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 1 ഇഞ്ച് ഈസ് മാർക്ക് ചെയ്യുക. പിന്നീട് 2 ഇഞ്ച് മാർജിനും കൂടി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 പോയിൻറ്റ്സാണ് നമുക്ക് ഈ ചെസ്റ്റ് ലൈനിൽ കിട്ടുന്നത്. ആദ്യത്തേത് നമ്മളുടെ ചെസ്റ്റ് അളവ്, രണ്ടാമത് ഈസ് 1 ഇഞ്ച്, മൂന്നാമത് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തായ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ഡെപ്ത്ത് 6 ഇഞ്ചാണ്, അതും മാർക്ക് ചെയ്യാം. താഴെ 3 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് ആക്കി മാറ്റാം. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലുള്ള നെക്ക് വേണമെങ്കിലും വരച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതിനായി ആം ഹോൾ ലെങ്തായ 6.5യുടെ പകുതി 3.25 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ കോണിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മാറ്റി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ 3 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആം ഹോൾ കർവ് വരയ്ക്കുന്നത്. ഒന്ന് ആം ഹോൾ ലെങ്തിൻ്റെ പകുതി, രണ്ടാമത് നമ്മൾ ആ കോണിൽ നിന്ന് വരച്ച 1.5 ഇഞ്ചിൻ്റെ പോയിൻ്റ്, മൂന്നാമത് നമ്മുടെ ചെസ്റ്റ്. ഈ 3 പോയിൻറ്റും കൂടി കണക്ട് ചെയ്തിട്ട് ആം ഹോൾ കർവ് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഫ്രണ്ട് ആം ഹോൾ കർവും കൂടി നമുക്ക് വരയ്ക്കാം. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് ആം ഹോൾ കർവിലായിരിക്കും. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് മാറ്റി വെച്ചിട്ടാണ് ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ഇവിടെ ടോപ്പ് ഭാഗത്തിൻ്റെ ലെങ്ത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാർജിനും കൂടി ആഡ് ചെയ്തിട്ട് 15.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ വേസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് 32 ഇഞ്ചാണ്. അതിൻ്റെ 4 പറയുന്നത് 8 ഇഞ്ച്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 1 ഇഞ്ച് ഈസ് കൊടുക്കുന്നു, 2 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് ഈ 3 പോയിൻറ്റും കൂടി കണക്ട് ചെയ്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ നിന്നും ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി ആം ഹോൾ കർവിനും നെക്കിനും നമുക്ക് മാർജിൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആം ഹോൾ കർവിന് നമ്മൾ 1/2 ഇഞ്ച് മാർജിനാണ് കൊടുക്കുന്നത്. നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് മാർജിനും കൂടി കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ.